എനിക്ക് മറ്റൊരു ജീവിത മാർഗമില്ല. ശമ്പളം കുറവാണ്. മറ്റു ജോലിയൊന്നും അറിയില്ല. മണികണ്ഠൻ ആചാരി. രാജീവ് രവിയുടെ സംവിധാനത്തിൽ 2016 പുറത്തിറങ്ങിയ കമ്മട്ടിപ്പാടത്തിലൂടെ പോപ്പുലറായ കഥാപാത്രമാണ് ബാലൻ. ആ ഒരു സിനിമ മതി മണികണ്ഠൻ ആചാരി എന്ന നടനെ പ്രേക്ഷകർക്ക് തിരിച്ചറിയാൻ. അതിനുശേഷം നിരവധി വേഷങ്ങൾ, ഒരേ സമയം കോമഡിയും നെഗറ്റീവ് വേഷങ്ങളും ക്യാരക്ടർ റോളുകളും ചെയ്തു. പുതിയ ചിത്രം ഴ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി കൗമുദി മൂവീസിലൂടെ സംസാരിക്കുകയാണ് മണികണ്ഠൻ ആർ ആചാരി. എഴുത്തുകാരനും അധ്യാപകനുമായ ഗിരീഷ് പി പാലം സംവിധാനം ചെയ്ത ഴ എന്ന ചിത്രമാണ് മണികണ്ഠൻ ആചാരിയുടെ പുതിയ ചിത്രം. പേരുപോലെ ഏറെ പ്രത്യേകതകളുള്ള ചിത്രമാണിത്. മണികണ്ഠൻ ചെയ്ത എല്ലാ സിനിമകളും വ്യത്യസ്തമാണ്. പക്ഷേ മറ്റുള്ളവരെ പോലെ ഓരോ കഥാപാത്രവും താൻ തിരഞ്ഞെടുക്കുന്നതല്ല. സംവിധായകർ തനിക്കായി തരുന്ന വേഷങ്ങളാണ് അവയെല്ലാം എന്നുമാണ് മണികണ്ഠൻ പറയുന്നത്. എന്റെ ജീവിതമാർഗം ഇതുമാത്രമാണ്. അതിനാൽ വരുന്ന കഥാപാത്രങ്ങൾ ചെയ്യുക എന്ന് മാത്രമാണ്. മറ്റ് മേഖലകളിലൊന്നും തന്നെ ഞാൻ പ്രവർത്തിക്കുന്നില്ല. അതിനാൽ വേറെ ഡിമാൻഡുകളൊന്നുമില്ലാതെ കിട്ടുന്ന കഥാപാത്രങ്ങൾ മികച്ചതാക്കുക, ഇൻഡസ്ട്രിയിൽ നിലകൊള്ളുക എന്നതാണ് ഏറ്റവും പ്രധാനം. മാത്രമല്ല, ശമ്പളം അധികം വാങ്ങിച്ചിട്ട് സിനിമ ചെയ്യുക എന്നൊരു നിർബന്ധമില്ലാതെയാണ് ഞാൻ അഭിനയിക്കുന്നത്. ആ കഥാപാത്രത്തിനു വേണ്ടി ആ ടീമിനോട് സഹകരിച്ചു നിൽക്കുക എന്നതാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, മണികണ്ഠൻ പറഞ്ഞു. സൗഹൃദങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം നൽകുന്ന വ്യക്തിയാണ് മണികണ്ഠൻ. സിനിമയിൽ സണ്ണി വെയിൻ, റോഷൻ എന്നിവർ സുഹൃത്തുക്കളാണ്. ഒരു അവസരത്തിനു വേണ്ടി സൗഹൃദങ്ങളെ ഉണ്ടാക്കാറില്ല. എന്റെ സൗഹൃദം എപ്പോഴും സത്യസന്ധമാണ്. അതിനാൽ ഓടി നടന്ന് സുഹൃത്തുക്കളെ ഉണ്ടാക്കി സിനിമയിൽ അവസരം തരാമോ എന്ന രീതിയിൽ ചെയ്യാറില്ല. എനിക്ക് ചിലപ്പോൾ 1-2 സുഹൃത്തുക്കൾ മാത്രമേ ഉണ്ടാവൂ. അവർക്ക് ഞാൻ ജീവിതത്തിൽ അത്രയും പ്രാധാന്യം കൊടുക്കും. ജോലിക്ക് വേണ്ടി സൗഹൃദം ഉണ്ടാക്കാറില്ല, മണികണ്ഠൻ പറഞ്ഞു. പൊതുവെ ഏതു വേഷങ്ങളിലും പ്രത്യക്ഷമാവുന്ന താരമാണ് മണികണ്ഠൻ. ഇത്രയും വർഷമായി സിനിമയിലുണ്ടെങ്കിലും ഒരു നായക വേഷത്തിലോ അല്ലെങ്കിലും മുഴുനീള കഥാപാത്രങ്ങളിലോ വലിയ രീതിയിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടാറില്ല. സിനിമയോടുള്ള അമിതമായ ആവേശം അദ്ദേഹത്തിനുണ്ട്. എന്നാൽ ഇൻഡസ്ട്രിയിൽ പലതരത്തിലുള്ള അനീതികളും താരം നേരിട്ടിട്ടുണ്ട്. ഒരുപക്ഷെ മുൻനിരയിലേക്ക് എത്തിപ്പെടാത്തതിന് കാരണവും അതാവും. പക്ഷേ ഇതിനോടെല്ലാം നിശബ്ദമായ സമീപനമാണ് മണികണ്ഠൻ ആചാരിക്കുള്ളത്. എല്ലാ മേഖലകളിലും അനീതികൾ ഉണ്ടാവും. അതെല്ലാം അവരവരുടെ കാഴ്ചപ്പാടിലെ വൈരുദ്ധ്യങ്ങളാണ്. പലതരത്തിലുള്ള ആളുകളുണ്ട്. നമുക്ക് എതിരായി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അത്തരം പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നേറുമ്പോഴാണ് നമ്മൾ വളരുന്നത്. അതായത് ചെറിയ ചെറിയ പരാതികൾ പറയുന്നത് ഒഴിവാക്കി അതിനെ തരണം ചെയ്ത് ജീവിക്കാൻ പഠിക്കണം. ഒരാൾ നമ്മുടെ അവസരം നിഷേധിച്ചാൽ അടുത്തതിനു വേണ്ടി പരിശ്രമിക്കുക. അങ്ങനെ ജീവിതത്തെക്കുറിച്ച് ഗൗരവമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി മണികണ്ഠൻ അഭിപ്രായപ്പെട്ടു. അലമാര, വർണ്ണ്യത്തിൽ ആശങ്ക, കായംകുളം കൊച്ചുണ്ണി, മലൈക്കോട്ടെ വാലിബാൻ, ഭ്രമയുഗം തുടങ്ങി നിരവധി സിനിമകളിൽ മണികണ്ഠൻ അഭിനയിച്ചിട്ടുണ്ട്. കമ്മട്ടിപ്പാടത്തിലെ അഭിനയത്തിന് ആ വർഷത്തെ മികച്ച ക്യാരക്ടർ നടനുള്ള സംസ്ഥാന അവാർഡ് നേടിയിട്ടുണ്ട്.